പ്രാർത്ഥിക്കുന്ന ധാരാളം പേരെ നാം കണ്ടുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുന്ന പലർക്കും പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പില്ലാത്തവരാണ്. എന്നാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നൊരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്നാണ് ഇന്നത്തെ സന്ദേശം. മീഖായുടെ പ്രവചനം 7-ാം അധ്യായം 7-ാം വാക്യം. ഞാൻ യഹോവയിങ്കലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. 3 കാര്യങ്ങൾ ആ ദൈവമനുഷ്യൻ പറയുകയാണ്. 1, എൻ്റെ നോട്ടം ദൈവത്തിലായിരിക്കും. 2, എൻ്റെ കാത്തിരിപ്പ് ദൈവത്തിലായിരിക്കും. 3, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അതിനകത്ത് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ള പദമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നയാളായിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി പ്രാർത്ഥിക്കാത്തയാളായിരിക്കും. നിങ്ങളോട് എനിക്ക് പറയാനുള്ള സന്ദേശം, ഒരാൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ള ഒരു ഉറപ്പോടെ വേണം ഒരു ദൈവപൈതൽ പ്രാർത്ഥിക്കാനിരിക്കാൻ. വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഒരു സ്ത്രീ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ പോയ ചരിത്രം 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലുണ്ട്. അവിടെ വീട് പ്രതികൂലം, നിന്ന സഹിച്ചു മടുത്തവള് പ്രാർത്ഥിക്കുവാൻ ദൈവാലയത്തിൽ ചെന്നു. ദൈവാലയവും അവൾക്ക് പ്രതികൂലമായി. വീട് പ്രതികൂലമായാലും ദൈവാലയം പ്രതികൂലമായാലും പ്രാർത്ഥിക്കുന്നവൾ പ്രയർ നിർത്തിയില്ല. അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തു വിഷയത്തിൽ അവൾ പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ള ഉറപ്പോടെ അവൾ പ്രാർത്ഥിച്ചു. ബൈബിൾ എഴുതിയിരിക്കുന്നു, പിന്നെ അവിടെ മുഖം വാടിയില്ല. ആരുടെയൊക്കെയോ മുഖത്തിന്റെ വാട്ടം മാറുന്നൊരു പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നിന്നിൽ നിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ സന്ദേശത്തിൽ വരുമ്പോൾ ഒരു ആത്മീക ദൂതോടുണ്ട്. മറുപടി ഇല്ലെന്ന് നാട് മുഴുവൻ പറഞ്ഞ വിഷയത്തിൽ നിനക്ക് മറുപടി ഉണ്ടാകും എന്നുള്ളതിന് ചില അടയാളങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം തരാൻ പോകും. നമുക്ക് പറയാം, ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അതൊരു ദൈവത്തിന്റെ ഉറപ്പും ധൈര്യവുമാണ്. അങ്ങനെ പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല പ്രയർ ലൈഫ് ഉള്ളവർക്കായി സ്തോത്രം. പ്രാർത്ഥന ജീവിതം നയിക്കുന്നവർക്കായി സ്തോത്രം. പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ള ഉറപ്പും ധൈര്യവും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിന്റെ നാമം ചൊല്ലി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിനക്ക് മറുപടിയുണ്ട്. ഗോഡ് ബ്ലെസ് യു.